ഹലോ ഗുഡ് മോർണിംഗ് ആൾ. നമ്മളിന്ന് കാണാൻ പോകുന്നത് പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്ക് എന്താണെന്നും അതിൽ എങ്ങനെ പ്രോബ്ലം ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ എന്തൊക്കെയാണ് ഒരു പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന സ്റ്റെപ്സ് എന്നുള്ളത് നോക്കാം. നമുക്ക് ഇത് ഐഡൻറ്റിഫൈ ദി ഇവൻറ്റ്സ് ആൻഡ് ആക്ടിവിറ്റി ആൻഡ് പ്രിപ്പയർ സ്യൂട്ടബിൾ നെറ്റ്വർക്ക് ഫോർ ദി ഗീവൻ പ്രോബ്ലം. റൈറ്റ്, നമുക്ക് ഒരു പ്രോബ്ലം തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇവൻറ്റ്സും ആക്ടിവിറ്റീസും ഐഡൻറ്റിഫൈ ചെയ്യുക. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാം, നമുക്ക് ക്രിട്ടിക്കൽ പാത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യുക, ആ പ്രോബ്ലം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക ആദ്യം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇവൻറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്പർ ചെയ്യണം. അപ്പം നെറ്റ്വർക്ക് വരയ്ക്കുക, നെറ്റ്വർക്ക് വരച്ചിട്ട് എന്ത് ചെയ്യുക, ഇവൻറ്റ്സിനെ നമ്പർ ചെയ്യുക, അസെൻഡിങ് ഓർഡറിൽ ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ചെയ്യുക. ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പ് പറയുന്നത് കമ്പ്യൂട്ട് എക്സ്പെക്റ്റഡ് ടൈം ഫ്രം ദി ഗിവൺ ഓപ്റ്റിമിസ്റ്റിക്, മോസ്റ്റ് ലൈക്ലി ആൻഡ് പെസിമിസ്റ്റിക് ടൈം. അപ്പം നമുക്കറിയാം, ഒരു പേർട്ട് അനാലിസിസിൽ അല്ലെങ്കിൽ പേർട്ട് നെറ്റ്വർക്കിനകത്ത് നമുക്ക് 3 ടൈമിംഗ് തന്നിട്ടുണ്ടാവും, ഒപ്റ്റിമിസ്റ്റിക്കും പെസിമിസ്റ്റിക്കും മോസ്റ്റ് ലൈക്ലി ടൈമും അല്ലേ. അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യണം. ആ ആവറേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്പെക്റ്റഡ് ടൈം എന്ന് പറയുന്നത്. ആ എക്സ്പെക്റ്റഡ് ടൈം ആയിരിക്കും പിന്നീട് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്, ഡ്യൂറേഷനായിട്ട് യൂസ് ചെയ്യുന്നത് ഫോർ കാൽക്കുലേറ്റിംഗ് ക്രിട്ടിക്കൽ പാത്ത്. ഡിറ്റർമൈൻ ദി ക്രിട്ടിക്കൽ പാത്ത് ത്രൂ ദി ക്രിട്ടിക്കൽ ആക്ടിവിറ്റി. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കണം. ദെൻ ഫൈൻഡ് ടോട്ടൽ എക്സ്പെക്റ്റഡ് ഡ്യൂറേഷൻ ടൈം ബൈ ആഡിങ് ദി ടൈം എസ്റ്റിമേറ്റ്സ് ഇൻ ക്രിട്ടിക്കൽ പാത്ത്. അപ്പം ക്രിട്ടിക്കൽ പാത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് കിട്ടും, എക്സ്പെക്റ്റഡ് ഡ്യൂറേഷൻ കിട്ടും. ക്രിട്ടിക്കൽ പാത്തിലുള്ള ഡ്യൂറേഷൻസ് എല്ലാം തന്നെ, അത് ഏത് ഡ്യൂറേഷൻസ് ആണ് നമ്മൾ കണ്ടുപിടിച്ച എക്സ്പെക്റ്റഡ് ഡ്യൂറേഷൻസ് മൊത്തം തന്നെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ എക്സ്പെക്റ്റഡ് ഡ്യൂറേഷൻ ഓഫ് ദി പ്രോജക്റ്റ് കിട്ടും. Then find the variance of each activity and variance of the project duration. എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും വേരിയൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ ക്രിട്ടിക്കൽ പാത്തിലുള്ള ഐറ്റത്തിൻ്റെ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, പ്രോജക്റ്റിൻ്റെ വേരിയൻസ് കിട്ടും. ഫൈൻഡ് ദി പ്രോബിലിറ്റി ഓഫ് ഫിനിഷിംഗ് ദി പ്രോജക്റ്റ് ഓൺ സം ഫിക്സഡ് ടാർജറ്റ്. ഇപ്പോൾ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനകത്ത് ഒരു ഫിക്സഡ് ടാർജറ്റിനകത്ത് നമ്മൾ കണ്ടുപിടിച്ചതല്ലാതെ, നമ്മൾ കണ്ടുപിടിച്ച ഒരു ഡേറ്റ് ക്രിട്ടിക്കൽ പാത്ത് വെച്ച് നമ്മൾ കണ്ടുപിടിച്ച ഒരു പെർട്ടിക്കുലർ ഡ്യൂറേഷൻ അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ഡ്യൂറേഷനിൽ ഈ പറയുന്ന കാര്യം നടക്കുമോ എന്ന് നമ്മുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാനായിട്ട്, പ്രോബിലിറ്റി കണ്ടുപിടിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യുന്നത്. നമുക്ക് കാണാം എന്താണെന്നുള്ളത്. ഒരു ക്വസ്റ്റ്യൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്കത് സോൾവ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഡ്രോ എ നെറ്റ്വർക്ക് ആൻഡ് കാൽക്കുലേറ്റ് ദി എസ്റ്റിമേറ്റഡ് ഡ്യൂറേഷൻ ഓഫ് ആക്ടിവിറ്റീസ്, ഫൈൻഡ് പ്രോജക്റ്റ് ഡ്യൂറേഷൻ, ഫൈൻഡ് വേരിയൻസ് ഓഫ് ആക്ടിവിറ്റീസ്, ഫൈൻഡ് വേരിയൻസ് ഓഫ് ക്രിട്ടിക്കൽ പാത്ത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റെപ്പുകളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇതിനകത്തുനിന്ന് നമ്മൾ എന്ത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ആക്ടിവിറ്റീസും ഒരു ആക്ടിവിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഒരു നെറ്റ്വർക്ക് നമ്മൾ ആദ്യം വരയ്ക്കുകയാണ്. ഈ ഒപ്റ്റിമിസ്റ്റിക്കും മോസ്റ്റ് ലൈക്ലി ഡ്യൂറേഷനും പെസിമിസ്റ്റിക് ഡ്യൂറേഷനും എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഈ പറയുന്ന ഒരു പ്രോജക്റ്റ് നടക്കുന്ന സമയത്ത് എല്ലാം ഭംഗിയായിട്ട് നടക്കുക, ഒരു തരത്തിലുള്ള മിസ്റ്റേക്സോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള തടസ്സങ്ങളും ഇല്ലാതെ എല്ലാം വളരെ വേഗം നടന്നു, ശുഭാപ്തി വിശ്വാസത്തോടെ എന്ന് നമ്മൾ പറയുന്ന പോലെ എല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കുകയും വളരെ പെട്ടെന്ന് നടക്കുകയും ചെയ്യുമ്പോൾ വരുന്ന ഒരു ഡ്യൂറേഷനാണ്, ഓരോ ആക്ടിവിറ്റിയും വരുന്ന ഡ്യൂറേഷനാണ് ഒപ്റ്റിമിസ്റ്റിക് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഈ 3 ഡ്യൂറേഷൻ നോക്കിയാലും ഏറ്റവും കുറവ് ടൈം എടുക്കുന്നത് ഏതായിരിക്കും, ഒപ്റ്റിമിസ്റ്റിക് ഡ്യൂറേഷൻ ആയിരിക്കും. പിന്നെയുള്ള മോസ്റ്റ് ലൈക്ലി ഡ്യൂറേഷനാണ്, അതായത് ഇറ്റ് ഈസ് ബിറ്റ്വീൻ ഒപ്റ്റിമിസ്റ്റിക് ആൻഡ് പെസിമിസ്റ്റിക്. അപ്പോൾ പെസിമിസ്റ്റിക് ആദ്യം പറയാൻ വന്നിട്ട് മോസ്റ്റ് ലൈക്ലി പറയുന്നതായിരിക്കും കുറേയും കൂടി നല്ലതെന്ന് തോന്നുന്നു. പെസിമിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഒരുപാട് തടസ്സങ്ങൾ വരികയാണ്. തടസ്സങ്ങൾ നേരിടുന്ന സമയത്ത് ഒട്ടും ശുഭപ്രതീക്ഷയില്ലാതെ നമ്മൾ ഒരു ആക്ടിവിറ്റി തീർക്കാനായിട്ട് എടുക്കുന്ന ടൈം, അതായിരിക്കും മാക്സിമം ടൈം. അപ്പം മിനിമം ടൈം അല്ലെങ്കിൽ ഒപ്റ്റിമിസ്റ്റിക് ഡ്യൂറേഷനുണ്ട്, പെസിമിസ്റ്റിക് ഡ്യൂറേഷൻ, മാക്സിമം വരുന്ന പെസിമിസ്റ്റിക് ഡ്യൂറേഷനുണ്ട്. അതിനിടയിൽ വരുന്ന ഏറെക്കുറെ ഇപ്പം നമ്മളിത് റിപ്പീറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ, ഈ ഒരു ആക്ടിവിറ്റി റിപ്പീറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ എടുത്ത സമയം എന്ന് പറയുന്നത് ഈ മോസ്റ്റ് ലൈക്ലി ഡ്യൂറേഷൻ ആയിരിക്കും. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ടൈമിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് ഇനി ഒരു നെറ്റ്വർക്ക് ഇത് വെച്ചിട്ട് നെറ്റ്വർക്ക് വരയ്ക്കാം. 1 to 2 ഉണ്ട്, 1 to 3 ഉണ്ട്, 1 to 4 ആക്ടിവിറ്റീസ് നിങ്ങൾ നോക്കിയാൽ കണക്റ്റഡ് ആണ് അല്ലേ. 1 is connected to 2, 3 and 4. പിന്നെ അതുകൂടാതെ 2 to 6, 3 to 7, 3 to 5, അപ്പോൾ അവിടെ 2 കണക്ഷൻ വരുന്നുണ്ട്. 4 to 5 വരുന്നുണ്ട്, 5 to 9, 6 to 8, 7 to 8 and 8 to 9 അല്ലേ. അപ്പോൾ അതെങ്ങനെ വരും നമുക്ക് നോക്കാം. നമുക്ക് 1 to 2 ഉണ്ട്, 1 to 3 ഉണ്ട്, 1 to 4 ഉണ്ട്. പിന്നെ നമുക്ക് വന്നത് 3 to 5 വന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ 4 to 5 വന്നിട്ടുണ്ടായിരുന്നു. ദെൻ 2 to 6 ആണ് നമുക്ക് വന്നത്. പിന്നെ നമുക്ക് വന്നത് 3 to 7 ഉണ്ടായിരുന്നു, പിന്നെ 7 to 8 ഉണ്ടായിരുന്നു, 8 to 9 ഉണ്ടായിരുന്നു, 5 to 9 ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ 6 to 8 ഉണ്ടായിരുന്നു.
അപ്പം ഇതാണ് നമ്മുടെ നെറ്റ്വർക്ക്. ഈ ഒരു പ്രോബ്ലത്തിൻ്റെ നമ്മുടെ നെറ്റ്വർക്ക് ഡയഗ്രാം ഇതായിരിക്കും. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? എക്സ്പെക്റ്റഡ് ടൈം കണ്ടുപിടിക്കണം. ആ എക്സ്പെക്റ്റഡ് ടൈം യൂസ് ചെയ്തോട്ട് നമുക്ക് ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കണം. ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കാൻ വേറെ മെത്തേഡുകളുണ്ട്. ഈ ഓരോ ഇവൻറ്റിൻ്റെയും ലേറ്റസ്റ്റും ഇവൻറ്റ് ടൈമും അതുപോലെ തന്നെ ഏർലിയസ്റ്റ് ഇവൻറ്റ് ടൈമും കാൽക്കുലേറ്റ് ചെയ്യുക. അതിനകത്തു നിന്നും പിന്നെ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ടോട്ടൽ ഫ്ലോട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. സീറോ ഫ്ലോട്ട് വരുന്നതെല്ലാം തന്നെ ക്രിട്ടിക്കൽ, സീറോ ഫ്ലോട്ട് വരുന്ന ഇവൻറ്റ്സ് അടങ്ങിയതായിരിക്കും നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. അതിന് ഒന്നും കൂടിയും ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഫ്രീ ഫ്ലോട്ടും ടോട്ടൽ ഫ്ലോട്ടും കണ്ടുപിടിക്കുക. ടോട്ടൽ ഫ്ലോട്ടും ഫ്രീ ഫ്ലോട്ടും സീറോ ആയിട്ട് വരുന്ന ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഏത് ആക്ടിവിറ്റീസ് ആയിരിക്കും? ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ആയിരിക്കും. അത് പാസ് ഓൺ ചെയ്യുന്ന പാത്തായിരിക്കും ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് നേരിട്ട് തന്നെ ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കാവുന്നതാണ് എക്സ്പെക്റ്റഡ് ടൈം യൂസ് ചെയ്തിട്ട്. അപ്പോൾ എങ്ങനെയാണ് എക്സ്പെക്റ്റഡ് ടൈം യൂസ് ചെയ്യുന്നതെന്ന് പറയാം. എക്സ്പെക്റ്റഡ് ടൈം യൂസ് ചെയ്യാനായിട്ട് നമുക്കൊരു ഫോമുലയുണ്ട്. ഫോമുല ഇങ്ങനെയാണ്. നമുക്ക് 3 തരത്തിലുള്ള ടൈമിംഗ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. നമ്മുടെ ഒപ്റ്റിമിസ്റ്റിക് ടൈമിനെ നമ്മൾ TO എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ മോസ്റ്റ് ലൈക്ലി ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ TM എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പെസിമിസ്റ്റിക് ടൈമിനെ TP എന്ന് വിളിക്കുന്നു അല്ലേ. അപ്പം ഈ 3ൻ്റെയും അഡീഷനാണ്. പക്ഷേ നമ്മൾ 4 പോർഷൻ TM എടുക്കുന്നുണ്ട്. ഡിവൈഡ് ഇറ്റ് വിത്ത് 6, റൈറ്റ്. അപ്പം TO + 4TM + TP ഡിവൈഡഡ് ബൈ 6 ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? ഓരോ ആക്ടിവിറ്റിയുടെയും നമുക്ക് എക്സ്പെക്റ്റഡ് ടൈം അല്ലെങ്കിൽ ആവറേജ് ടൈം കിട്ടുന്നത്. എക്സ്പെക്റ്റഡ് ഓർ ആവറേജ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റിനകത്ത് നമുക്കറിയാം, നമ്മുടെ ക്വസ്റ്റിനകത്ത് എന്തുണ്ടായിരുന്നു? ഇപ്പോൾ ആദ്യത്തെ ഇവൻറ്റ് എടുക്കാമെന്ന് വിചാരിക്കുക. 1 to 2 എന്ന് പറയുന്ന ഇവൻറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഒപ്റ്റിമിസ്റ്റിക് ടൈം ഇറ്റ് വാസ് 1, ദെൻ പ്ലസ് മോസ്റ്റ് ലൈക്ലി ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 ആയിരുന്നു. സോ 4 × 2 പ്ലസ് പെസിമിസ്റ്റിക് ടൈം എന്ന് പറയുന്നത് 3 ആയിരുന്നു. ഡിവൈഡഡ് ബൈ 6. ദാറ്റ് മീൻസ് 4 × 2 8, 8 + 1 9, 9 + 3 12 അല്ലേ. 6 നമുക്ക് ആൻസർ കിട്ടും 2 എന്നുള്ളത്. അപ്പം 2 ആയിരിക്കും നമ്മുടെ എക്സ്പെക്റ്റഡ് ഡ്യൂറേഷൻ ഓർ ആവറേജ് ഡ്യൂറേഷൻ. അതുപോലെ തന്നെ ഒരെണ്ണം കൂടി നമുക്ക് ചെയ്തു നോക്കാം. 1 to 3 എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. 1 to 3 എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ എഗെയിൻ ഒപ്റ്റിമിസ്റ്റിക് ടൈം എന്ന് പറയുന്നത് 1 ആയിരുന്നു. പെസിമിസ്റ്റിക് ടൈം എന്ന് പറയുന്നത് 3 ആയിരുന്നു. അതുപോലെ തന്നെ മോസ്റ്റ് ലൈക്ലി ഡ്യൂറേഷൻ എന്ന് പറയുന്നതും 2 ആയിരുന്നു. അപ്പം 4 × 2 + 3 ഡിവൈഡഡ് ബൈ 6. സോ നമുക്ക് വീണ്ടും 2 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഒരെണ്ണം കൂടി നമുക്കൊന്ന് ചെയ്തു നോക്കാം. 1 to 4 എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. 1 to 4 എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ പ്രത്യേകത എല്ലാം 1 ആണ്. ഒപ്റ്റിമിസ്റ്റിക് ടൈമും മോസ്റ്റ് ലൈക്ലി ടൈമും പെസിമിസ്റ്റിക് ടൈമും 1 ആണ്. അതിനർത്ഥം 1 + 4 × 1 + 1 ഡിവൈഡഡ് ബൈ 6. ദാറ്റ് മീൻസ് 6/6 = 1. ഇതുപോലെ നമുക്ക് എന്ത് വേണം? നമ്മുടെ തന്നിരിക്കുന്ന എല്ലാ ആക്ടിവിറ്റിക്കും നമ്മൾ ഇതുപോലെ എന്ത് കണ്ടുപിടിക്കണം? നമ്മുടെ ഒരു എക്സ്പെക്റ്റഡ് ടൈം കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനെ എക്സ്പെക്റ്റഡ് ടൈം കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് വരുന്നത് ഇങ്ങനെയായിരിക്കും. നമ്മുടെ എക്സ്പെക്റ്റഡ് ടൈംസ് എല്ലാം തന്നെ ഇങ്ങനെയായിരിക്കും. നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ചത് അല്ലേ, 2 2 1. പിന്നെ വരുന്നത് എന്താണ്? 4 എങ്ങനെ വരിക? 2 + 3 × 4 + 10 ഡിവൈഡ് ബൈ 6, റൈറ്റ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 4 കിട്ടുന്നത് അല്ലേ. അങ്ങനെ നമ്മൾ എല്ലാത്തിൻ്റെയും നമ്മൾ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്? എല്ലാ ആക്ടിവിറ്റിയുടെയും എക്സ്പെക്റ്റഡ് ടൈം കണ്ടുപിടിച്ചിട്ട് ഇതായിരിക്കും ഇനി നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? ഡ്യൂറേഷനായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡ്യൂറേഷൻ നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കാനായിട്ട് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ നെറ്റ്വർക്ക് ഒന്നുകൂടി ഞാൻ വരയ്ക്കുകയാണ്. 1 to 2, 1 to 3, 1 to 4, 3 to 5, 4 to 5, 2 to 6, then 3 to 7, 7 to 8, 8 to 9, പിന്നെയുള്ളത് 5 to 9, 6 to 8. ഓക്കെ. സോ ഇതിനകത്ത് നമ്മൾ ഇപ്പം കണ്ടുപിടിച്ച ഡ്യൂറേഷൻ നമ്മുടെ എന്താ പറയുക എസ്റ്റിമേറ്റഡ് ടൈം നമ്മളിവിടെ യൂസ് ചെയ്യാണ്. 1 to 2 എന്ന് പറയുന്നത് 2 ആയിരുന്നു എസ്റ്റിമേറ്റഡ് ടൈം. 1 to 3 ഇറ്റ് വാസ് 2. 1 to 4 1 നമ്മൾ കണ്ടതാണ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളത്. 2 to 6 4 ആയിരുന്നു. 3 to 7 5 ആയിരുന്നു. 4 to 5 8 ആയിരുന്നു. അതുപോലെ തന്നെ 5 to 9 5 ആയിരുന്നു. 6 to 8 1 ആയിരുന്നു. 8 to 9 3 ആയിരുന്നു നമുക്ക് കിട്ടിയത്. 7 to 8 ഇറ്റ് വാസ് 8 അല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഇൻഫോർമേഷൻ വെച്ചുകൊണ്ട് നമ്മുടെ മാക്സിമം അവൈലബിൾ ആയിട്ടുള്ള പാത്തുകൾ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. നമുക്കറിയാം വി ക്യാൻ റീച്ച് ഫ്രം 1 to 9. 1 നിന്ന് 9 എത്താനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? 1 to 2 ഉണ്ട്, 2 to 6 ഉണ്ട്, 6 to 8 ഉണ്ട്, 8 to 9 ഉണ്ട് അല്ലേ. അതാണ് ആദ്യത്തെ ഒരു പാത്തായിട്ട് ഞാൻ എടുത്തത്. 1 to 2, 2 to 6,
6 to 8 and 8 to 9. അപ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻസ് നോക്കുകയാണെങ്കിൽ 2 + 4 + 1 + 3 അത് നമുക്ക് ഏറെക്കുറെ 10 കിട്ടും. അടുത്തൊരു പാത്ത് എന്ന് പറയുന്നത് 1 to നമുക്ക് നോക്കാം 1 to 3, 3 to 7, ഓക്കെ 7 to 8, 8 to 9 നേരെ സ്ട്രൈറ്റ് ആയിട്ടുള്ളത്. അപ്പം 2 + 5 + 4 + 3 നമുക്ക് ഏകദേശം എത്ര കിട്ടും? 14 കിട്ടും, റൈറ്റ്. പിന്നത്തെ ഒരു പാത്ത് എന്ന് പറയുന്നത് നമുക്ക് 1 to 3, 3 to 5 and 5 to 9, ഓക്കെ. അപ്പോൾ അവിടെ വരുന്നത് 1 to 3യുടെ നമുക്ക് ഡ്യൂറേഷൻ കിട്ടിയത് 2 ആണ്. 3 to 5ൻ്റെ ഡ്യൂറേഷൻ പറയുന്നത് 8 ആണ്. അത് മാറിപ്പോയതാണ്. 3 to 5ൻ്റെ ഡ്യൂറേഷൻ പറയുന്നത് 8 ആണ്. അതുപോലെ തന്നെ 5 to 9ൻ്റെ ഡ്യൂറേഷനാണ് 5. അപ്പം അത്തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 15 ആണ് ആൻസർ കിട്ടുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു പാത്തുള്ളത് 1 to 4, 4 to 5, 5 to 9 ആണ്, അല്ലേ. ഇപ്പം 1 to 4 എന്ന് പറയുന്നത് 1 ആണ്. 4 to 5 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി 3 ആണ്. ദെൻ 5 to 9 ഇറ്റ് ഈസ് 5. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഈ ഒരു ചേഞ്ച് ഉണ്ട്. ഇവിടെ ഇതാണ് 8, this is 8 and this is 3. ഓക്കെ, സോ ഇതൊന്നും ഈ ചേഞ്ച് മാത്രം ഒന്ന് ഓർക്കുക. സോ ഇതിനകത്തുനിന്ന് നമുക്കറിയാം ഏറ്റവും ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന ഒരു ആക്ടിവിറ്റി ഏതാണോ അതിനെയായിരിക്കും, ആക്ടിവിറ്റീസിൻ്റെ കോമ്പിനേഷൻ ഏതാണോ അതിനെയായിരിക്കും നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്, അല്ലേ. അപ്പോൾ ഇതിനകത്ത് 10, 14, 15, 99ൽ ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നത് ഏതാണ് നമുക്കറിയാം. ഇറ്റ് ഈസ് ദിസ് പെർട്ടിക്കുലർ ഇവൻറ്റ്, അല്ലേ. ഇതാണ് 1 to 3, 3 to 5, 5 to 9 എന്ന് പറയുന്ന ഈ ഒരു പാത്താണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ആ പാത്തിൻ്റെ ഒരു പ്രത്യേകത അനുസരിച്ച് നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത് ഒന്ന് ഇവിടെ ഡാർക്കൻ ചെയ്യാണ്, ഡബിൾ ലൈനിൽ കാണിക്കുകയാണ്. 1 to 3, 3 to 5, 5 to 9, അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് നമ്മുടെ വേരിയൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി എങ്ങനെയാണ് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുക? വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോമുലയും നമ്മൾ പഠിക്കാനുണ്ട്. വേരിയൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇവിടെ മോസ്റ്റ് ലൈക്ലി ടൈമിൻ്റെ ആവശ്യമില്ല. പെസിമിസ്റ്റിക്കും ഒപ്റ്റിമിസ്റ്റിക്കും ആയിട്ടുള്ള ടൈമിൻ്റെ ആവശ്യമേ സോ അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഫോമുല ഇങ്ങനെയാണ്, TP, റൈറ്റ്. അപ്പോൾ നമുക്ക് തന്നിരുന്ന പെസിമിസ്റ്റിക് ടൈം മൈനസ് ഒപ്റ്റിമിസ്റ്റിക് ടൈം ഡിവൈഡഡ് ബൈ 6 സ്ക്വയർ, റൈറ്റ്, ഹോൾ സ്ക്വയർ. സോ നമുക്ക് വേരിയൻസ് നമുക്കറിയാം സിഗ്മ സ്ക്വയർ ആണ്. സിഗ്മ സ്ക്വയർ ഈക്വൽ ടു TP - TO ഡിവൈഡ് ബൈ 6 ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് നോക്കാം. 1 to 2 എന്ന് പറയുന്ന ആക്ടിവിറ്റി ആണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഒപ്റ്റിമിസ്റ്റിക് ടൈമും പെസിമിസ്റ്റിക് ടൈമും നമുക്കറിയാം. പെസിമിസ്റ്റിക് ടൈം എന്ന് പറയുന്നത് 3 ആയിരുന്നു, ഒപ്റ്റിമിസ്റ്റിക് ടൈം എന്ന് പറയുന്നത് 1 ആയിരുന്നു. ഡിവൈഡഡ് ബൈ 6 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 - 1 ഇറ്റ് ഇസ് 2 ഡിവൈഡഡ് ബൈ 6 ഹോൾ സ്ക്വയർ. That is same as what? 1/3 whole square എന്ന് പറഞ്ഞാൽ ഡെസിമലിലേക്ക് വരുമ്പോൾ ഇറ്റ് വിൽ ബി 0.11. ഓക്കെ, ഇനി 1 to 3 എന്ന് പറയുന്ന ആക്ടിവിറ്റിയും സെയിം ആയിരിക്കും. കാരണം എന്താ, അതിൻ്റെയും പെസിമിസ്റ്റിക് ടൈമും ഒപ്റ്റിമിസ്റ്റിക് ടൈമും സെയിം ആയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ വേരിയൻസ് എന്ന് പറയുന്നത് 1 to 3യുടെ വേരിയൻസ് എന്ന് പറയുന്നതും 0.11 തന്നെയായിരിക്കും. പിന്നീട് നമുക്കുള്ളത് 1 to 4 ആണ്. അവിടെ ഞാൻ പറഞ്ഞിരുന്നു എല്ലാം 1 ആണ്, അല്ലേ. അപ്പോൾ ഒപ്റ്റിമിസ്റ്റിക് ടൈമും പെസിമിസ്റ്റിക് ടൈമും 1 തന്നെയാണ്. സോ 1 - 1 ഡിവൈഡ് ബൈ 6 ഹോൾ സ്ക്വയർ. നമുക്കറിയാം 0 സ്ക്വയർ അല്ലെങ്കിൽ 0 ഡിവൈഡ് ബൈ 6 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ അതെന്താവും, അത് വേരിയൻസ് 0 ആവും, അല്ലേ. ഇനി ഓരോന്നോടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 2 to 6 എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ 2 to 6 എന്ന് പറയുന്ന ആക്ടിവിറ്റിക്ക് നമ്മുടെ പെസിമിസ്റ്റിക് ടൈം എന്ന് പറയുന്നത് 10ഉം ഒപ്റ്റിമിസ്റ്റിക് ടൈം എന്ന് പറയുന്നത് 2 ആണ്, റൈറ്റ്. അപ്പം 10 - 2 ഡിവൈഡഡ് ബൈ 6 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 8 ഡിവൈഡഡ് ബൈ 6 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു നമുക്ക് ഏറെക്കുറെ 1.77 കിട്ടും.
ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, തന്നിരിക്കുന്ന എല്ലാ ആക്ടിവിറ്റിയുടെയും വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമുക്ക് ഇൻ കേസ് നമുക്ക് എന്ത് പ്രോബിലിറ്റിക്കും കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ക്രിട്ടിക്കൽ പാത്തിൻ്റെ വേരിയൻസ് വേണം. അപ്പോൾ നമുക്ക് ക്രിട്ടിക്കൽ പാത്തിൻ്റെ വേരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും വേരിയൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കുന്നു. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ എല്ലാ വേരിയൻസുകൾ എന്ന് പറയുന്നത്. 0.11, 0.110, 1.78 റൗണ്ട് ഓഫ് ചെയ്തതാണ്, 1, 5.44, 0.44, 1, 01, 0.44. ഇതിനകത്തുനിന്ന് നമ്മൾ നമ്മുടെ ക്രിട്ടിക്കൽ ആക്ടിവിറ്റിയുടെ എന്ത് കണ്ടുപിടിക്കണം, ക്രിട്ടിക്കൽ ആക്ടിവിറ്റിയുടെ വേരിയൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ഇതിനകത്ത് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. 1 to 3 ആണ് അല്ലേ ക്രിട്ടിക്കൽ പാത്ത്. നമുക്കറിയാം നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് 1 ഇതായിരുന്നു, 1 to 3, 3 to 5, 5 to 9 ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊക്കെ വേണം, 1 to 3 വേണം, റൈറ്റ്, 1 to 3 വേണം. പിന്നെ 3 to 5ൻ്റെ വേരിയൻസ് വേണം, റൈറ്റ്. ദെൻ ഏറ്റവും അവസാനം 5 to 9ൻ്റെ വേരിയൻസ് കൂടി വേണം, റൈറ്റ്. അങ്ങനെ നമ്മുടെ ടോട്ടൽ വേരിയൻസ് ഓഫ് ക്രിട്ടിക്കൽ പാത്ത് എന്താവും, 0.11 പ്ലസ് 5.44 പ്ലസ് 1, 6.55 ആയിട്ട് നമുക്ക് വേരിയൻസ് ഓഫ് ക്രിട്ടിക്കൽ പാത്ത് കിട്ടും. അപ്പോൾ ഇതാണ് ഒരു പേർട്ടിൻ്റെ എന്താ പറയുക, ഒരു ക്വസ്റ്റ്യൻ പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യാനുള്ളത്. ഇനി നമ്മുടെ സൊല്യൂഷൻ, നമ്മുടെ ക്വസ്റ്റിനകത്ത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡേറ്റിനകത്ത് എങ്ങനെ ഇത് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഈ പ്രോജക്റ്റ് തീരാൻ സാധ്യതയുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യണം, ഫെർദർ കാൽക്കുലേഷൻ്റെ ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് നമ്മുടെ പേർട്ടിൻ്റെ അനാലിസിസ് അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന കാര്യം ഇവിടെ വെച്ച് തീർന്നു. ഓക്കെ, ഇനി നമുക്ക് നോക്കാം പ്രോബിലിറ്റി ഫോർ പ്രോജക്റ്റ് കംപ്ലീഷൻ ബൈ എ ടാർഗറ്റ് ഡേറ്റ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ടാർഗറ്റ് ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള സാധ്യത എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് 2 അസംഷൻ ആദ്യം എടുക്കണം. ഒന്ന്, പ്രോജക്റ്റ് കംപ്ലീഷൻ ടൈം ഫോളോസ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, റൈറ്റ്. അപ്പം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പം നിങ്ങൾക്കറിയാം എന്തുണ്ട്, ഒരു കർവ്, ബെൽ ഷേപ്ഡ് കർവ് ഉണ്ട്. ഈ ബെൽ ഷേപ്ഡ് കർവിനകത്തുനിന്ന് നമുക്ക് രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് നമ്മൾ ഇതിൻ്റെ ഏരിയയെ തരം തിരിച്ചിട്ടുണ്ട്. ഈ ഏരിയയിൽ നിന്നും ഏരിയ അണ്ടർ കർവാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, നമ്മളെ പ്രോബിലിറ്റി ആയിട്ട് എടുക്കുന്നത് അല്ലേ. അതുതന്നെ ആ ഒരു ഫോമാറ്റ് തന്നെയാണ് നമ്മൾ ഇവിടെയും ഫോളോ ചെയ്യുന്നത്. അപ്പം ആ അസംഷൻ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, പ്രോജക്റ്റ് കംപ്ലീഷൻ ടൈം ഫോളോസ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ ആക്ടിവിറ്റി ടൈംസ് ആർ ഇൻഡിപെൻഡൻറ്റ്, അത് ഇൻഡിപെൻഡൻ്റ് ആണ്, ടൈംസ് ഇൻഡിപെൻഡൻ്റ് ആണ് എന്നുള്ളതും നമ്മൾ അസ്യൂം ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് 50% 50-50 ആയിട്ട്, അതായത് നമ്മുടെ കർവിൻ്റെ 50% ലെഫ്റ്റ് സൈഡിലും 50% റൈറ്റ് സൈഡ് എന്നുള്ള രീതിയിൽ എടുത്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാനാണ്, പ്രോബിലിറ്റി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് ഒരു പ്രോബ്ലം വെച്ചിട്ട് എങ്ങനെയാണ് പ്രോബിലിറ്റി കണ്ടുപിടിക്കാൻ പറ്റുന്നത് എന്ന് നോക്കാം. പ്രോബിലിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് വേണ്ടത്, അതിന് മുന്നേ നമുക്ക് ഫോമുല ഒന്ന് നോക്കാം. ഒരു സി വാല്യൂ നമുക്ക് വേണമല്ലോ. ഒരു നോർമൽ കർവിൻ്റെ കേസിൽ, അല്ലെങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ നമുക്ക് പ്രോബിലിറ്റി കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം, Z വാല്യൂ വേണം അല്ലേ. അപ്പോൾ Z വാല്യൂ കിട്ടാനായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഡ്യൂ ഡേറ്റ് മൈനസ് എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് കംപ്ലീഷൻ. ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്ന ഡേറ്റ് ആയിരിക്കും. എത്ര ദിവസത്തിനുള്ളിൽ നമ്മളത് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ആവും എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ടോ, അതിനെയാണ് ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് കംപ്ലീഷൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കുന്ന ക്രിട്ടിക്കൽ പാത്തിൻ്റെ ടോട്ടൽ വാല്യൂസ്, എക്സ്പെക്റ്റഡ് വാല്യൂസ് ആണ് അതിൻ്റെ സമ്മാണ് നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടത്, എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് കംപ്ലീഷനായിട്ട് എടുക്കേണ്ടത്. അപ്പം നമ്മൾ ഇതിന് തൊട്ട് മുന്നേ ചെയ്ത പ്രോബ്ലത്തിനകത്ത് നമുക്ക് ആ ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് കംപ്ലീഷൻ കിട്ടിയായിരുന്നു അല്ലേ. അപ്പം ഒരു പേർട്ട് അനാലിസിസിൽ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം, മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ സ്റ്റെപ്പും ചെയ്യണം. അതിനുശേഷം നമുക്ക് എന്ത് കിട്ടും, എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് കംപ്ലീഷൻ കിട്ടും. ക്രിട്ടിക്കൽ പാത്തിൻ്റെ ഡ്യൂറേഷൻസിൻ്റെ സമ്മാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് കംപ്ലീഷനായിട്ട് എടുക്കുന്നത്, ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് കിട്ടുന്നത് ഇറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് ദി വേരിയൻസ് ഓഫ് ക്രിട്ടിക്കൽ പാത്ത്. അപ്പോൾ അതും കൂടി നമുക്ക് എന്താണെന്ന് നോക്കാം. വേർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് സ്ക്വയർ റൂട്ട് ഓഫ് സം ഓഫ് ദി വേരിയൻസ് ഓഫ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റി. സോ അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി കണ്ടുപിടിച്ചത് എന്നുള്ളത് ഇപ്പം ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ ഒരു പ്രോബ്ലം, ഇത്തരത്തിലുള്ളൊരു പ്രോബ്ലം ചെയ്യാനായിട്ടാണ്, അതല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഇഫ് ദി ടാർഗറ്റ് ഡേറ്റ്, റൈറ്റ്, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഇഫ് ദി ടാർഗറ്റ് ഡേറ്റ് ഇസ് ബിയോണ്ട് ദി എസ്റ്റിമേറ്റഡ് ഡേറ്റ് ഓഫ് പ്രോജക്റ്റ് ഡ്യൂറേഷൻ, Z ഈസ് പോസിറ്റീവ്. Z വാല്യൂ എന്തായാലും പോസിറ്റീവ് ആയിരിക്കും. ആൻഡ് ദി പ്രോബിലിറ്റി ഫോർ ദി കംപ്ലീഷൻ വിത്തിൻ ഡ്യൂ ഡേറ്റ് ഈസ് മോർ ദാൻ 50%. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കിട്ടിയ ടാർഗറ്റ് എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഒരു 50 ആണെന്ന് വിചാരിക്കുക. എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് കംപ്ലീഷൻ
50 ആണെന്ന് വിചാരിക്കാം. നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ് 51 ദിവസത്തിനുള്ളിൽ ഇത് തീരാനുള്ള അല്ലെങ്കിൽ ഈ പ്രോജക്റ്റ് തീരാനുള്ള സാധ്യത എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ 51 ഈസ് അവർ ഡ്യൂ ഡേറ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് വരും? 51 മൈനസ് 50 ഒബിയസ്ലി നമുക്ക് എന്ത് കിട്ടും? ഒരു പോസിറ്റീവ് വാല്യൂ കിട്ടും അല്ലേ? സോ സെഡ് വാല്യൂ വിൽ ബി 1 ഡിവൈഡഡ് ബൈ സിഗ്മ അല്ലേ? 1 ഡിവൈഡ് ബൈ സിഗ്മ. അപ്പോൾ ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പോൾ സെഡ് വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏരിയ അണ്ടർ കർവ് അനുസരിച്ച് നമുക്കറിയാം നമ്മുടെ സ്റ്റാൻഡേർഡ് നോർമൽ കർവ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഏരിയ അണ്ടർ കർവ് അനുസരിച്ച് നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു വാല്യൂ ഇറ്റ് വിൽ ബി സംവോട്ട് ഹിയർ, റൈറ്റ്? സംവോട്ട് ഹിയർ. ഇറ്റ് ഈസ് നോട്ട് 1 ബട്ട് സംവോട്ട് ഹിയർ, റൈറ്റ്? അപ്പം ദിസ് ഇൻക്ലൂഡ് ഓൾ ദിസ് സെഷൻ ഫ്രം നെഗറ്റീവ് ഇൻഫിനിറ്റി ടു ദിസ് മച്ച്, റൈറ്റ്? ഇത് മൊത്തം വേണം. പക്ഷെ നമുക്ക് കിട്ടുന്ന ടേബിൾ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ജസ്റ്റ് ഫ്രം 0 ടു ദിസ് പെർട്ടിക്കുലർ പോയിന്റ് അല്ലേ? 0 ടു ദിസ് പെർട്ടിക്കുലർ പോയിന്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? 0.5 ഇവിടെ നിന്ന് കിട്ടുന്ന പ്രോബിലിറ്റിയുടെ ഒപ്പം ആഡ് ചെയ്യേണ്ടി വരും, റൈറ്റ്? 0.5 ഇവിടുന്ന് കിട്ടുന്ന പ്രോബിലിറ്റിയുടെ ഒപ്പം ആഡ് ചെയ്യേണ്ടി വരും. അതേസമയം ഈ പറയുന്ന z വാല്യൂ ഒരു നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുക, റൈറ്റ്? If the target date is before the estimated project duration, അതായത് നമ്മുടെ estimated project duration 50 ആണ്. If the question is asking that what is the probability that it will be completed within 45 days, right? 45 ഡേയ്സിനകത്ത് അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള സാധ്യത എന്താണെന്ന് ചോദിച്ചാൽ ദി എസ്റ്റിമേറ്റഡ് പ്രോജക്റ്റിനേക്കാളും താഴെയാണ് നമ്മുടെ ടാർഗറ്റ് ഡേറ്റ്, റൈറ്റ്? അപ്പം ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. 50 ആണ് നമ്മുടെ ടാർഗറ്റ് ഡേറ്റ് ആയിരുന്നത്. 45 ഡേയ്സിനകത്ത് ഇത് ഫുൾഫിൽ ചെയ്യാനുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ വാട്ട് ഹാപ്പൻസ് ഹിയർ? നോർമലി നമ്മുടെ ഡ്യൂ ഡേറ്റ് ഈ ഫോർമുലയിൽ നോക്കുമ്പം ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് 45 മൈനസ് ഡ്യൂ ഡേറ്റ് 45 ആണ്. 45 മൈനസ് എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡ്യൂറേഷൻ 50. ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞതാണ്, സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞതാണ്. ഡിവൈഡ് ബൈ എന്ത് വരും? നമ്മുടെ സിഗ്മ വരും. സോ ഇവിടെ സംഭവിക്കുന്നത് ഇവിടെ നമുക്ക് എന്ത് വരും? ഇവിടെ ഒരു നെഗറ്റീവ് വാല്യൂ വരും, റൈറ്റ്? -5 ഡിവൈഡ് ബൈ സിഗ്മ വരും. നെഗറ്റീവ് വരുമ്പം നമുക്കറിയാം നമ്മുടെ നോർമൽ കർവിൻ്റെ ഏത് ഭാഗത്തോട്ട് വരും? ലെഫ്റ്റ് സൈഡിലോട്ടാണ് വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സമയത്ത് ഇറ്റ് വിൽ ബി ഓൾവേസ് ലെസ് ദാൻ 50%, ലെസ് ദാൻ 50% ആയിരിക്കും. ഓക്കെ, ലെസ് ദാൻ 50% ആയിരിക്കും. അപ്പം അതൊന്ന് ഓർത്തിരിക്കുക. ഈ പറയുന്ന ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ 0.5 എപ്പോഴും ആ പ്രോബിലിറ്റിയുടെ ഒപ്പം ആഡ് ചെയ്യാനായിട്ട് നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ട് വരാം. ഇനി ഈ പറഞ്ഞ വാല്യുവേഷൻസിൽ ഈ പറഞ്ഞ കാൽക്കുലേഷൻസിലെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് നമ്മുടെ ഈ പറയുന്ന ഡ്യൂ ഡേറ്റ്സ്. അപ്പോൾ ഡ്യൂ ഡേറ്റ്സ് ചിലപ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കും എക്സാക്ട്ലി 45 അല്ലെങ്കിൽ ലെസ് ദാൻ 45, മോർ ദാൻ 45, ലെസ് ദാൻ 50, മോർ ദാൻ 50 ഇന്ന് ആ ഒരു പോസിബിലിറ്റിയിലെല്ലാം ക്വസ്റ്റ്യൻസ് വരുമ്പം അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? 0.5 ആഡ് ചെയ്യാനും മൈനസ് ചെയ്യാനും പറ്റണം. അത് നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ അത് പഠിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിങ്ങിലെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? പ്രോബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന കേസിലെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, മറിച്ച് ഒരു സിമ്പിൾ ഒരു പ്രോബ്ലം എടുത്തിട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് പറഞ്ഞുതരാം. പ്രോബ്ലം ഇതാണ്: മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പ്രോജക്റ്റ് ആർ 300 and 100 days. അപ്പം ഈ 300 എന്ന് പറയുന്നത് എങ്ങനെ കിട്ടിയതാണ്? നമ്മൾ എക്സ്പെക്റ്റഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കിട്ടിയതാണെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വേരിയൻസ് അല്ല തന്നിരിക്കുന്നത്, ഡയറക്റ്റ്ലി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് തന്നിരിക്കുന്നത്. സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അവിടെ വരെ ചെയ്ത് കഴിഞ്ഞിരുന്നു എന്ന് വിചാരിക്കുക. നെറ്റ്വർക്കിലേക്ക് മറിച്ച് എല്ലാ വാല്യൂസും കിട്ടിയെന്ന് വിചാരിക്കാം. ഫൈൻഡ് ദി പ്രോബിലിറ്റി ഫോർ എ കംപ്ലീറ്റിംഗ് ദി പ്രോജക്റ്റ് വിത്തിൻ 417 days. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് 417 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എബവ് 300. ദാറ്റ് മീൻസ് ദിസ് ഈസ് ഗോയിങ് ടു ബി എബവ് 50%. പ്രോബിലിറ്റി ഈസ് ഗോയിങ് ടു ബി എബവ് 50%. അപ്പോൾ 50% മുകളിലായിരിക്കും, റൈറ്റ്? അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നോട്ട് കംപ്ലീറ്റിംഗ് വിത്തിൻ 417 days. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ശരിക്കും 4 എണ്ണം ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. ഞാൻ 2 എണ്ണം ഒരു എക്സാമ്പിളായിട്ട് കാണിച്ചിട്ടുള്ളൂ. ബാക്കി 2 എണ്ണം നിങ്ങൾക്ക് തനിയെ ചെയ്ത് നോക്കാവുന്ന രീതിയിൽ അതവിടെ വെച്ചിരിക്കുന്നത് മാത്രം. ഓക്കെ, സോ 417 എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് പോവാണ്. 417 എന്ന് പറയുമ്പം എന്താ സംഭവിക്കുന്നത്? ഇഫ് ദ ടാർഗറ്റ് ഡേറ്റ് ഈസ് ബിയോണ്ട് എസ്റ്റിമേറ്റഡ്
പ്രോജക്റ്റ് ഡ്യൂറേഷൻ അല്ലേ, ഇറ്റ് ഈസ് ബിയോണ്ട് എസ്റ്റിമേറ്റഡ് പ്രോജക്റ്റ് ഡ്യൂറേഷൻ. സോ അതുകൊണ്ട് തന്നെ അതെന്താവും, പോസിറ്റീവ് ആവും. 50% മുകളിലോട്ട് നമുക്ക് എന്തുണ്ടാവും, അതിൻ്റെ സാധ്യതയും ഉണ്ടാവും, അത് നടക്കാനുള്ള സാധ്യതയും ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പ്രോബ്ലം നമ്മൾ ചെയ്യാൻ നോക്കാം. സോ കംപ്ലീറ്റിംഗ് ദി പ്രോജക്റ്റ് വിത്തിൻ 17 days. നമുക്കറിയാം ഡ്യൂ ഡേറ്റ് മൈനസ് എക്സ്പെക്റ്റഡ് ഡേറ്റ് ഡിവൈഡ് ബൈ സിഗ്മ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. നമുക്ക് ഈ തന്നിരിക്കുന്ന പ്രോബ്ലത്തിനകത്ത് ഏതായിരുന്നു നമ്മുടെ ടാർഗറ്റ് ഡ്യൂ ഡേറ്റ്. അപ്പം ഇതിനകത്ത് ഡ്യൂ ഡേറ്റ് ഏതാണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. ഡ്യൂ ഡേറ്റ് റൈറ്റ്, ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നതാണ് 4/17. എസ്റ്റിമേറ്റഡ് ഡേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി മീനായിട്ട് തന്നിരിക്കുന്നത് ഇറ്റ് ഇസ് 300 ആൻഡ് സിഗ്മ ഇറ്റ് ഈസ് ഡയറക്ട്ലി ഗിവൻ 100 days. ഇനി ഈ വാല്യൂസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ, ഈ വാല്യൂസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ എസ്റ്റിമേറ്റ് അപ്പോൾ 470 മൈനസ് 300 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ നമുക്ക് ആൻസർ സെഡ് വാല്യൂ കിട്ടും കേട്ടോ, Z വാല്യൂ കിട്ടും. പ്രോബിലിറ്റി അല്ല കിട്ടുന്നത്, Z വാല്യൂ ആണ്. Z വാല്യൂ ഇറ്റ് ഈസ് 1.17. നമുക്കറിയാം നമുക്ക് വി നീഡ് എ ടേബിൾ അല്ലേ. അപ്പോൾ ഈ ടേബിളിനകത്തുനിന്ന് നമ്മൾ 1.17 കണ്ടുപിടിക്കണം. സോ ഫോർ ദാറ്റ് വി വിൽ ഫസ്റ്റ് ഐഡൻറ്റിഫൈ 1.1 ഹിയർ റൈറ്റ്, 1.1 പിന്നെ അതുപോലെ തന്നെ 0.7 റൈറ്റ്. ഇത് രണ്ടും ഓർഡിനേറ്റ് ചെയ്യുന്ന കൂട്ടിമുട്ടുന്ന സ്ഥലം അതാണ് നമുക്ക് വേണ്ടത്. ഇറ്റ് ഈസ് 0.3790 അല്ലേ, 0.3790. സോ നമുക്ക് 0.3790 ആണ് പ്രോബിലിറ്റി, അല്ലെങ്കിൽ നമുക്ക് ഏരിയ അണ്ടർ കർവ് കിട്ടിയത്. പക്ഷേ ഏരിയ അണ്ടർ കർവ് ഈ 0.3790 അല്ല അതിൻ്റെ പ്രോബിലിറ്റി. നമ്മൾ നേരത്തെ പറയായിരുന്നു. കാരണം എന്താ, അത് നമ്മൾ ചെയ്യുന്നൊരു മെത്തേഡ് അനുസരിച്ച് ഓൾറെഡി 50% മുകളിലാണ്. ആ 50% ഓൾറെഡി നമ്മുടെ നോർമൽ കർവിൻ്റെ ലെഫ്റ്റ് സൈഡിലെ പകുതിയാണ്. പിന്നെ എത്ര നമ്മൾ ആഡ് ചെയ്യണം അതാണ് നമുക്ക് ഈ ഒരു ടേബിളിനകത്ത് നിന്ന് കിട്ടുന്നത്. സോ ഇതനുസരിച്ച് നമുക്ക് എന്തെങ്കിലും പ്രോബിലിറ്റി ഫോർ കംപ്ലീറ്റിംഗ് ഇൻ 471 days എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് 0.5 പ്ലസ് 0.3790. അപ്പം ഇൻ ടോട്ടൽ വിൽ ഗെറ്റ് ദി വാല്യൂ ആസ് വാട്ട് 0.8790 നമുക്ക് കിട്ടും. സോ ദിസ് ഇസ് ദി പ്രോബിലിറ്റി. ഇതാണ് ശരിക്കും പ്രോബിലിറ്റി വരുന്നത്, അല്ലാതെ എന്തല്ല വരുന്നത്, നമ്മുടെ 0.3790 മാത്രമല്ല വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പ്രോബിലിറ്റി ഫോർ നോട്ട് കംപ്ലീറ്റിംഗ് വിത്തിൻ 417 days. അപ്പോൾ ഈ 417 ദിവസത്തിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാനുള്ള സാധ്യത 0.87 ആണെങ്കിൽ 471 ദിവസത്തിൽ ഇത് 417 ദിവസത്തിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാതിരിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് എന്തായിരിക്കും, 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് കംപ്ലീറ്റിംഗ് വിത്തിൻ 417 ആയിരിക്കില്ലേ. സോ ദാറ്റ് മീൻസ് 1 മൈനസ് 0.8790, ദി ആൻസർ വിൽ ബി 0.121 റൈറ്റ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റിൻ്റെ ആൻസർ വരിക. സോ ദാറ്റ്സ് ഇറ്റ്. ഇത് നിങ്ങൾ വീട്ടിലിരുന്ന് ഒന്നുകൂടി വായിച്ചു നോക്കുക, ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.